ഹലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എൻ്റെ എന്താ ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ 7:30 ആയപ്പം വീട്ടിൽ നിന്നും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല. എന്നാലും ആദ്യം പള്ളിയിലാണ് പോകുന്നത്. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ പിന്നീട് പ്ലാൻ ചെയ്യും. അങ്ങനെ പള്ളിയിൽ പോയപ്പോൾ ഇഷ്ടം പോലെ നല്ല നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഓൾറെഡി റോഡിൽ വരുന്ന വഴിക്ക് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയോ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിതാ പള്ളി വന്നു. കുറേ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു. കുറേ നേരം പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ചു. പിന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ ഈ ലൈറ്റിങ്സ് ഒക്കെ കണ്ടു. പിന്നെ 2025 എഴുതിയിരിക്കുന്ന അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫുൾ തിരക്ക്. അവിടെ ഒരു ഫുൾ ക്യൂ ആണ്. ഓരോ ആൾക്കാർ കഴിയുമ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഫോട്ടോ എടുത്തു. പക്ഷേ നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയില്ല, തിരക്കായിരുന്ന കാരണം കൊണ്ട്. പിന്നെ 10:30 ആയപ്പോഴത്തേക്ക് പള്ളിയിൽ കുർബാനയ്ക്കുള്ള ഇതൊക്കെയായി ന്യൂ ഇയറിൻ്റെ. ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ പുറത്തിറങ്ങി സ്റ്റെപ്പിൽ വന്ന് കുറേ നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് ഫുള്ള് സ്റ്റെപ്പിൽ നിറയെ ആൾക്കാരായി. പിന്നെ ഈ കാണുന്ന പള്ളി മുറ്റം ഫുൾ ആൾക്കാർ. എങ്ങനെ പോയാലും ഒരു 10,000 പേരെങ്കിലും വന്ന് കാണും. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കുറേ നേരം ഫ്ലൈറ്റൊക്കെ പോകുന്നത് നോക്കിയിരുന്നു. പടക്കം പൊട്ടിക്കുമെന്നും പറഞ്ഞ് ഞാൻ പടക്കം പൊട്ടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷേ അവിടെ പടക്കം പൊട്ടിച്ചില്ല. പുള്ളി പറഞ്ഞില്ല പടക്കം പൊട്ടിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ബെറ്റ് വെച്ചു, പടക്കം പൊട്ടിക്കും. അതാണ് ഈ സംസാരിക്കുന്നത്. പിന്നെ നോക്കിയിരുന്നു. എന്നിട്ട് 12 മണിയായി. 12 മണിയായപ്പം പടക്കം പൊട്ടിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പം പടക്കവും പൊട്ടിച്ചില്ല. പിന്നെ 12:30 നോക്കി. എനിക്ക് പ്രതീക്ഷ കൈവിടാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം ഇങ്ങനെ നോക്കിയിരുന്നു. 12:30 പടക്കം പൊട്ടിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എന്താണെങ്കിലും എനിക്ക് പടക്കം പൊട്ടിക്കുന്നത് കാണണം. പിന്നെ ഇങ്ങ് പോന്നു.